നമുക്കിന്നേ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ദയവായി പോസ്റ്റ് ചെയ്യുക. കർത്താവ് സഹായിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവിന് ഉറപ്പാ, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല എന്നുള്ളത്. എഫെസോസ് 3:20 ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും. അപ്പോസ്തലനായ പൗലോസ്ലീഹായിലൂടെ ഈശോ പറയുകയാണ്, നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ, നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കർത്താവിന് സാധിക്കും എന്ന് വിശ്വസിക്കുക. ഈശോയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. പക്ഷെ ഒരു കാര്യത്തെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് ഈശോ പറയുന്നത്. എത്രമാത്രം ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ കാര്യം. ഹി ലവ്സ് യു. ഈശോ ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നു. എഫെസോസ് 3 അതിന്റെ 18 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. 17 മുതൽ ഞാൻ വായിക്കാവേ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയാണിത്. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ജീസസ് ലവ്സ് യു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ കുറവുകളും ബലഹീനതകളും വീഴ്ചകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയുന്ന ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് യു. ഇൻഡിവിജ്വലി നിന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നീ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തെ നീ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ആ സ്നേഹം, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന സത്യത്തെ, ദൈവം നിന്നെ സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന സത്യത്തെ നീ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ആ അക്സെപ്റ്റൻസിൽ നിന്ന് നീ ചോദിക്കുന്നു, എന്തും നിനക്ക് തരുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. സെയിന്റ് പോൾ ഇതേ പൗലോസിലെ ഗലാത്യ 2:20 പറയുകയാണ്, എന്റെ ഈ ജീവിതം എന്നുള്ളത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ നൽകുകയും ചെയ്ത എന്റെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുള്ള ജീവിതമാണ്. എല്ലാവർക്കും വേണ്ടി എന്നുള്ള കാര്യമല്ല സെയിന്റ് പോൾ അവിടെ പറഞ്ഞു. എന്നെ വ്യക്തിപരമായി ഈശോ സ്നേഹിക്കുന്നു. ഈശോ നീ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു തിരിച്ചറിവ്, നിനക്ക് കിട്ടേണ്ട ആ തിരിച്ചറിവ്, ഈശോയെക്കുറിച്ചുള്ള പിക്ചർ, ഹി ലവ്സ് യു. ഹി ലവ്സ് യു. ഹല്ലേലൂയ. ഒരപ്പന്റെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെ ഈശോയുടെ കൈകളിൽ നീ സുരക്ഷിതനാണ്. ഇന്ന് ആ ഒരു തിരിച്ചറിവിൽ ഈശോയോട് ചോദിക്കുമ്പോൾ, അപ്പന്റെ കയ്യിൽ കൊച്ചിരിക്കുമ്പോൾ ആ കൊച്ച് എത്ര വലിയൊരു സുരക്ഷിതത്തിനകത്തായിരിക്കുന്നല്ലേ. എന്റെ ഈശോയുടെ എന്റെ പപ്പാടെ കരത്തിനകത്താണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ ഒന്ന് ചോദിച്ച്, ഇന്ന് പ്രയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ തിരിച്ചറിവില് ഈശോയോടാണ് ചോദിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലൊന്ന് കർത്താവിനോടൊന്ന് ചോദിച്ച്, ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കും. എഫെസോസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് കിട്ടുന്ന ഒരാളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഏത് തിരിച്ചറിവ് കിട്ടിയ വ്യക്തിക്കാ? ഏത് തിരിച്ചറിവ് കിട്ടിയ വ്യക്തിക്ക്? അതിന്റെ 18 വാക്യത്തിൽ ആ തിരിച്ചറിവിനെ കുറിച്ച് പറയുക, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തിരിച്ചറിവ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും. നിനക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹമല്ല, ക്രിസ്തുവിന് നിന്നോടുള്ള സ്നേഹം, ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹം. അത്രമാത്രം ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകൻ പറഞ്ഞത്, യു ആർ പ്ലാന്റഡ് നിയർ ദ വാട്ടേഴ്സ്. നീ ആറ്റരികത്ത് നട്ട വൃക്ഷമാണ്. നട്ടതാ നിന്നെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നിന്നെ കരുതുന്ന ഒരു വ്യക്തിയുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയ ഒരു ഈശോയുണ്ട്, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലപ്പോൾ ഇന്ന് ചിന്തിക്കുമായിരിക്കും, നിന്നെ ആരും തിരക്കുന്നില്ല, ആരും എന്നെ ഒന്ന് മെസ്സേജ് പോലും അയക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ടേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലേ. ദർ ഈസ് എ പേഴ്സൺ ഹു നോസ് യു, ഹു അണ്ടർസ്റ്റാൻഡ്സ് യു, ഹു ലവ്സ് യു, ഹു അക്സെപ്റ്റ്സ് യു, ഹു ഈസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് യു. ആ കർത്താവിന്റെ കൈക്കുള്ളിലാണ് നീ ആയിരിക്കുന്നത്. ഈ സത്യം തിരിച്ചറിയുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ ശക്തിയെക്കുറിച്ച് എഫെസോസ് 3:20 പറയും, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. ഇന്ന് നമുക്കുണ്ടാകേണ്ട വലിയൊരു ഒരു തിരിച്ചറിവ്, ഈശോയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ള വലിയ തിരിച്ചറിവിലാണ്. ഈശോയിലാണ്, ഈശോയോടൊപ്പമാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇത് എഫെസോസ് ലേഖനത്തിന്റെ 5 14 വാക്യത്തില് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ഈ ഒരു തിരിച്ചറിവില്ലാതെ പോകുമ്പോഴാണ് നമ്മളെ ദൈവത്തിന് വചനം നമ്മൾ ഉറങ്ങുക.
ഈശോയുടെ കൈക്കുള്ളിലാണ്, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ അതൊരു ഉറക്കമാണ്. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവത്തിന്റെ വചനം പറയും, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നിന്റെ പ്രശ്നങ്ങൾക്കുള്ളിൽ ക്രിസ്തു പ്രകാശിക്കും. നിന്റെ പ്രതിസന്ധികൾക്കുള്ളിൽ ക്രിസ്തു പ്രകാശിക്കും. നിന്റെ വിഷയങ്ങൾക്കുള്ളിൽ ക്രിസ്തു പ്രകാശിക്കും. നിന്റെ കുടുംബജീവിതത്തിൽ ക്രിസ്തു പ്രകാശിക്കും. നിന്റെ ജോലി മേഖലകളിൽ ക്രിസ്തു പ്രകാശിക്കും. നിന്റെ വിദ്യാഭ്യാസത്തിൽ ക്രിസ്തു പ്രകാശിപ്പിക്കും. നിന്റെ വരുമാന മേഖലകളിൽ ക്രിസ്തു പ്രകാശിക്കും. നീ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ ഇന്ന് ക്രിസ്തുവിന്റെ പ്രകാശം കടന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഈശോയെ ആരാധന ഏത് വിഷയമായിക്കോട്ടെ, ആ വിഷയത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ പ്രകാശം, കർത്താവിന്റെ പ്രകാശം ആ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോ പറഞ്ഞില്ല, ആരും എന്റെ അടുക്കൽ നിന്ന് അവരെ പിടിച്ചോണ്ട് പോകത്തില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? നിന്നെക്കുറിച്ചാ. ഈശോയുടെ കൈകളിൽ നീ സുരക്ഷിതനാണ്. ഇന്ന് ആ കർത്താവിന്റെ കരങ്ങൾക്കുള്ളിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ നമ്മുടേതെന്ന് പറഞ്ഞ് ഹോൾഡ് ഓൺ ചെയ്യുന്ന പ്രശ്നങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കുക. ഞാൻ ഇന്നലെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം എന്നോട് പറയും, എൻ്റെ അനീഷ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, എല്ലാ സ്ഥലങ്ങളിലും പോകും, എല്ലാ വൈദികരുടെ അടുക്കൽ, എല്ലാ ധ്യാനഗുരുക്കന്മാരുടെ അടുക്കൽ, എല്ലാ പള്ളികളും പോകും. അപ്പൊ ആരോ പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഒരു പാരമ്പര്യമായിട്ടൊരു ബന്ധനമുണ്ട്, അത് പൊട്ടിക്കാൻ പുള്ളി പോകാത്ത സ്ഥലങ്ങളില്ല. വത്തിക്കാനിൽ പോയി, യൂറോപ്പ് മുഴുവൻ പോയി എക്സോർസിസ്റ്റുകളെ പുറകെ നടക്കും, അമേരിക്കയിൽ പോയി, ഫ്ലോറിഡയിൽ പോയി, അവിടെയുള്ള എക്സോർസിസ്റ്റുകളെ മുഴുവൻ പുറകെ നടക്കും. എന്നിട്ടും പറയുക ഇതുപോലെ, ഇദ്ദേഹം പറയുകയാണ്, ഇതുപോലെ ലോകത്തുള്ള എക്സോർസിസ്റ്റുകളുടെയും ആൾക്കാരുടെയൊക്കെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആൾക്കാരെ പുറകെ നടന്നിട്ട് ഇപ്പോഴും എനിക്ക് പ്രശ്നമുണ്ട്, അത് അഴിക്കാൻ എന്നാ ഞാൻ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഇത്രയൊക്കെ നിങ്ങൾ ഓടി നടന്നില്ലേ, പക്ഷെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞായിരുന്നു, നിങ്ങളെ ഓരോ സെക്കൻഡിലും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ. യു ആർ ഓൾവേസ് കോൺഷ്യസ് അബൌട്ട് യുവർ പ്രോബ്ലം. വെദർ യു കോൺഷ്യസ് അബൌട്ട് ക്രൈസ്റ്റ്, യു നീഡ് ദ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. ദൈവത്തിന് വചനം പറയുന്നത്, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. റോമ 8:1. റൈറ്റ് നൗ. അതാ പറഞ്ഞു, ഉണരുക. ഈശോ നിന്നോടൊപ്പമുണ്ട്, ഈശോ നിന്റെ കൂടെയുണ്ട്, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിനക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വചനം റോമ 8:31, റോമ 8:1, ഈ വചനങ്ങൾ, യോഹന്നാൻ 3:16, ഈ വചനങ്ങൾ തന്നെ ആ മനുഷ്യനോട് പറയാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ ഫ്രീ ആകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഓടി നടക്കണ്ട, ആരുടെയും പുറകെ നടക്കണ്ട. ജീസസ് ലവ്സ് യു, ഹീസ് വിത്ത് യു. ഇനി പള്ളി പോകുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ കടന്നു പോകുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം. നിനക്ക് വേണ്ടി മരിച്ചവനുമായിട്ട്, നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച ഈശോ നിനക്ക് വിടുതൽ തന്നിരിക്കുന്നു. വിശ്വസിക്കുക, യു വിൽ എക്സ്പീരിയൻസ് ഹിസ് ഡെലിവറൻസ്. ആ വിശ്വാസം കർത്താവിന്റെ അടുക്കൽ എത്ര വലിയ പ്രശ്നത്തിൽ വന്ന വ്യക്തിയാകട്ടെ, ഈശോ എന്നാ പറഞ്ഞേ? ഈശോ അവരുടെ കരങ്ങൾ വെക്കുന്ന, എനിക്കിത് ചെയ്തു തരാൻ നിനക്ക് പറ്റുമോ? നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. അന്ധനാണെങ്കിൽ അന്ധന് കാഴ്ച കിട്ടുവാണ്. നീ വിശ്വസിക്കുന്നെങ്കിൽ ഈശോ നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ആ ഡെലിവറൻസ് നിന്റെ ലൈഫിലേക്ക് കടന്നു വരും. ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട എത്രമാത്രം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എനിക്കിങ്ങനെ എക്സോസിസ്റ്റുകളുടെ ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെ പുറകെ പോയി തകർന്ന് തരിപ്പണമായ ആൾക്കാരെ എനിക്കറിയാം. കാരണം ആരും ഗതി പിടിക്കുന്നില്ല. കാരണം അവർ ക്രൈസ്റ്റിലേക്കല്ല വരുന്നത്. ദേ ആർ ഗോയിങ് അക്രോസ്, ദേ ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് സംതിങ് ദാറ്റ് ഈസ് ഇൻ ദ കൺട്രോൾ ഓഫ് ജീസസ്. ജീസസ് ഈസ് ഗോഡ്, ദൈവമാണ്. ദൈവത്തോടെ എങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ പറയണ്ട. കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാനാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക. ഈശോ ഇപ്പൊ നമ്മള് ഇപ്പൊ പിള്ളേർ വണ്ടിയെ കയറി ഇരിക്കുമ്പോഴത്തേക്കും അപ്പനോട് പറയാം, അപ്പൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പപ്പ വണ്ടി ഓടിക്കും, പപ്പ ഇങ്ങനെ ഓടിക്കും, ഇങ്ങനെ ഗിയർ ഇട്, ഇങ്ങനെ ക്ലച്ച് പിടിക്കും, ഇങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടത് പിള്ളേർ പറഞ്ഞിട്ട് വേണം അപ്പൻ വണ്ടി ഓടിക്കാൻ. അപ്പനറിയാൻ മേലെ, കർത്താവിനറിയാം എങ്ങനെ കാര്യങ്ങൾ ഓടിക്കണമെന്ന്. സോ ബിലീവ് ഇൻ ഹിം, ഇന്ന് വിശ്വസിക്കുക. പക്ഷേ ഈശോയുടെ ഹൃദയമുണ്ട്. ഞാൻ ഇന്ന് ഈ മെസ്സേജിനായി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എന്റെ പൊന്നു മോനെ, നീ ഇന്ന് അവരോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഐ ലവ് ദം സോ മച്ച്. അവരെ നീ കുറ്റപ്പെടുത്തുവോ വേറെ ഒന്നും പറയണ്ടെങ്കിൽ, ഞാൻ അവരെ സ്നേഹിക്കുന്ന നീ ഒരു 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ പലർക്കും അറിയാൻ മേലെ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം ഈശോ പറയുക. എൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം, അത് ഞാൻ ഇന്ന് ഒരു മെസ്സേജ്, ഈശോ എനിക്ക് നൽകിയ മെസ്സേജ്, ഞാൻ അതിലോട്ട് വന്നില്ല. പക്ഷെ അത് പറയാൻ കർത്താവ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ശരിക്കും അറിയാം കർത്താവ് എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. ഈശോ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു. ആൻഡ് ഹി വാണ്ട്സ് യു ടു ബി ബ്ലസ്ഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്
ഇന്നൊരു റിട്രീറ്റ് ഒരു 2 പ്രോഗ്രാമുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ പള്ളിയിലൊരു പ്രോഗ്രാം ഒരു 3 മണിക്കുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഒരു റിട്രീറ്റിന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ ലൈവിന് വന്നത് കേട്ടോ. നമുക്ക് കുറേ പേര് സാക്ഷ്യങ്ങൾ അയച്ചിട്ടുണ്ട്. അതിൽ 2-3 സാക്ഷ്യങ്ങൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് വായിക്കാം. രമ്യ ഷൈൻ ന്യൂസിലാൻഡിൽ അപകടത്തിൽപ്പെട്ട് വലതുകാലം നിലത്ത് കുത്താൻ വയ്യാത്ത വേദനയായിരുന്നു. പ്രാർത്ഥനയിൽ പങ്കെടുത്തു കഴിഞ്ഞ ആഴ്ച. ഈശോ പരിപൂർണമായി സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിൻസി നൈജു ദോഹയിൽ നിന്ന് പറയുന്നു, വയറ്റിൽ കൈവെക്കുമ്പോൾ 2 വലിയ മുഴകൾ ഉള്ളതായി ഫീൽ ചെയ്തിരുന്നു. മുഴകൾ അപ്രത്യക്ഷമായി. പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകി. ഈശോയെ മഹത്വം. നീതു ഭർത്താവിന്റെ വെരിക്കോസ് വെയിൻ സൗഖ്യമായി. കനേഡിയൻ PR ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. വിസ ലഭിച്ച ഒരുപാട് പേര്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സ്റ്റക്കായി കിടന്ന അവസ്ഥകളിൽ ദൈവം പ്രവർത്തിച്ചതായി ഇടപെട്ട് ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഫ്രാൻസിസ് എന്ന വ്യക്തി ശക്തമായ പല്ലുവേദനയായിരുന്നു. ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതിനാൽ പല്ലെടുക്കാൻ പേടിയായിരുന്നു. ഈശോ പരിപൂർണമായി സൗഖ്യമാക്കി. എലന്തൂരിൽ നിന്ന് അപർണ എന്ന് പറഞ്ഞൊരു സഹോദരി പറയുന്നു, എക്സാം OET പാസ്സായി. ശക്തമായ മുട്ടുവേദന, അമ്മയുടെ മുട്ടുവേദന കർത്താവ് സൗഖ്യമാക്കി. അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം ബെറ്റി മാത്യു, ഹസ്ബൻഡ് ന്യൂമോണിയ ആശുപത്രിയിൽ സീരിയസ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ലൈവ് പ്രയറിൽ കണ്ണുനീരോടെ പങ്കെടുത്തു. പ്രതീക്ഷ കൈവിട്ട അവസ്ഥയിൽ ദൈവം ഹസ്ബൻഡിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇതുപോലെ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ, ദൈവം പ്രവർത്തിക്കുന്ന, ദൈവം ഇടപെടുന്ന സാക്ഷ്യങ്ങൾ അല്ലെ. കർത്താവിനെ ഇടപെടുന്ന ആ ഹോസ്പിറ്റലിൽ അത്രയും ക്രൈസിസ് ടൈമിൽ അവിടെ കർത്താവിന്റെ സാന്നിധ്യം അവിടെ കടന്നു വന്ന ആ വ്യക്തിക്ക് സ്പർശനം നൽകി, സൗഖ്യം നൽകി. വിശ്വാസത്തോടെ ഒരു മകൾ കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നോർത്ത് നോക്കിക്കേ, ഈശോ സെറോഫിനിഷ് സ്ത്രീ ഈശോയുടെ അരികിൽ വന്ന് മകൾക്ക് സൗഖ്യം കിട്ടുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈശോ പല കാര്യത്തിൽ അവിടെ വിശ്വാസത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈശോ ആദ്യം ഒന്ന് ടേൺ ഡൗൺ ചെയ്യുന്നുണ്ട് അവളുടെ ചോദ്യങ്ങൾക്ക് നിശബ്ദനായി നിൽക്കുക. പക്ഷെ ആ വിശ്വാസം, അവളുടെ വിശ്വാസം കണ്ടപ്പോൾ ഈശോ പറയുകയാണ്, ഇത്രയും വലിയൊരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് ആ വീട്ടിൽ പോകേണ്ട വന്നില്ല. മൈലുകൾ, കിലോമീറ്ററുകൾ അപ്പുറം നിൽക്കുന്ന കുഞ്ഞിന് കർത്താവ് അവിടെ വെച്ച് സൗഖ്യം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് സൗഖ്യം തരാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് കർത്താവിന് സൗഖ്യം തരണമെങ്കിൽ നമ്മളൊരു റിട്രീറ്റ്, ഒരു ഹോളിനകത്ത് തന്നെ ഇരിക്കണം. ഒന്നുമല്ല. കർത്താവ് സൗഖ്യം കൊടുത്തവൻ ശ്രദ്ധിച്ചായിരുന്നോ? എത്രയോ സ്ഥലങ്ങളിൽ ഈശോ മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ, ജൈറോസിന്റെ മകൾ വീട്ടിൽ ഇരിക്കുക, ജൈറോസിന്റെ മകൾ വീട്ടിലിരിക്കുന്ന മകൾ, അതുപോലെ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്താൽ മണിക്കൂറുകൾ യാത്ര ചെയ്യണം. അത്രയും വിദൂരത്തുള്ള ആൾക്കാർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഇതേ സൗഖ്യം നിനക്കും തരാൻ കർത്താവ് ശക്തനാണ്. ചിലപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വയ്യാതെ വീട്ടിൽ തന്നെ സ്റ്റക്കായിട്ട് ശരീരത്തിൽ അസ്വസ്ഥ കാരണം വീട്ടിൽ കഴിയുന്ന നിനക്ക് സൗഖ്യം നൽകുവാൻ, നിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിന് പ്രവേശിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല. അസാധ്യം എന്ന് പറഞ്ഞ് എന്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഒന്ന് പ്രാർത്ഥിച്ചു, എന്റെ ഈശോയെ ഇത്രയും സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടല്ലോ, ഈ സാക്ഷ്യങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ എന്റെ ജീവിതത്തിലും അവിടുത്തെ അത്ഭുതങ്ങളെ അവിടുന്ന് നടത്തണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. എന്റെ അവസ്ഥകളിലേക്ക് അവിടുത്തെ കരുണ കടന്നു വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കളുടെ ഓരോ അവസ്ഥകളിലേക്കും അവിടുത്തെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ശക്തമായ ഈ ടോൺസിലൈറ്റീസ് വന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വയ്യാതെ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി, ഓപ്പറേഷൻ എന്തോ വേണം, പക്ഷെ നിങ്ങൾക്ക് എന്തോ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കത്തിലാണ്. ഈശോ നിങ്ങൾക്ക് ഇപ്പോൾ സൗഖ്യം തരുന്നു കേട്ടോ. നിങ്ങൾക്ക് സൗഖ്യം കർത്താവ് തരുന്നു. ലൈബി എന്ന് പറഞ്ഞൊരു മകൾ സംശയത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെവിക്ക് ഒരു ഇൻഫെക്ഷൻ വന്ന് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ്. ചെവി ഇങ്ങനെ ചൊറിയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഈശോ ഇപ്പോൾ സൗഖ്യം തരുന്നു കേട്ടോ. സംശയത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ലൈബീനെ യേശു സൗഖ്യമാക്കുന്നു. യേശു ആ സൗഖ്യമാക്കുന്നത് അനീഷല്ല. യേശുവിന്റെ ശക്തി നിങ്ങളുടെ റൂമിനരികിൽ നിങ്ങൾക്കരികിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു. സിനി ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി, നിങ്ങളുടെ പിങ്ക് കളറുള്ള ഒരു ചുരിദാർ, അതിന്റെ ഒരു ഷോള്, ബ്ലൂ കളറുള്ള ഷോള് വിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ഏതോ ഒരു മിഡിൽ ഈസ്റ്റ് ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ചൊറിച്ചിൽ കാരണം ഇങ്ങനെ ഭയങ്കര റാഷസ്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തു പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ ചൊറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ റാഷ് സ്പ്രെഡ് ചെയ്യുവാണ്. അത് ആ ഒരു അവസ്ഥയിൽ, ആ വ്യാധിയിൽ നിന്ന് ഈശോ നിങ്ങളെ പരിപൂർണമായി ഇപ്പോൾ സൗഖ്യം തരുന്നു. പരിപൂർണമായി സൗഖ്യം തരുന്നു. പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു ബൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. ബൈജുവിന്റെ മദ്യപാനം, അതുപോലെ തന്നെ ജഡികമായ ആസക്തിയുടെ മേഖലകൾ കർത്താവ് വിടുതൽ തരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ആ മകനെ കർത്താവ് നിമിഷം സ്പർശിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനെ നിന്ന് സ്തുതിച്ച് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിമിഷം വ്യാപരിക്കുന്നു. ഈശോ ഒരുപാട് മക്കളെ ചേർത്ത് നിർത്തി ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. കർത്താവേ, നിന്റെ വലിയ അത്ഭുതങ്ങൾ ഈ നിമിഷം തന്നെ ഈ ലൈവ് പ്രയറിൽ ഇപ്പോഴും പിന്നീട് കൂടുവാൻ പോകുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടഞ്ഞ ഉദരങ്ങൾ യേശു തുറക്കുന്നതിനായി നന്ദി പറയും.
നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് ദൈവം അനേകരെ മാനിച്ചുയർത്തുവാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. വലിയ മിറക്കിൾസ് യേശുവിന്റെ നാമത്തിൽ, ഈശോ അങ്ങയുടെ കുരിശുബലിയുടെ യോഗ്യതയാൽ അത് നടക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. സോറിയാസിസ് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി ഒരു പ്രായം ചെന്ന ഒരാളാണ്. നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. അതുപോലെ ഒരു മമ്മി നിങ്ങൾ ഭയങ്കര സ്ട്രഗിൾ, നിങ്ങളാണ് വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. നിങ്ങളെ മമ്മീന്ന് തന്നെ പിള്ളേരെല്ലാവരും വിളിക്കുന്ന മമ്മീന്ന്. ആ മമ്മിക്ക് വെരിക്കോസ് വെയിന്റെ പ്രശ്നം കാരണം നിങ്ങൾക്ക് ഒരുപാട് നേരം നിന്നൊന്നും ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കാലുകളിലേക്ക് യേശുവിന്റെ സൗഖ്യം ഈ നിമിഷം ഇതാ കടന്നു വരുന്നു. ശക്തമായ സാന്നിധ്യം അനേകരെ സ്പർശിക്കുന്നു. ഈശോയുടെ സൗഖ്യത്തെ റിസീവ് ചെയ്താട്ടെ. ഈശോയുടെ സൗഖ്യം സ്വർഗം മുഴുവൻ നിങ്ങളുടെ മേൽ കരങ്ങൾ വെക്കുകയാണ്. അമ്മ മാതാവ് കരങ്ങൾ വെക്കുന്നു. പരിശുദ്ധ അമ്മ, അതുപോലെ തന്നെ വിശുദ്ധരായ ഒരു സകലരുടെ സാന്നിധ്യം, ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഈ നിമിഷം തന്നെ സംഭവിക്കട്ടെ. അത് നടക്കുന്നതിനായി നന്ദി പറയുന്നു. ഈശോ അങ്ങയുടെ നാമത്തിന് എന്നും എന്നേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഈശോനോട് പറഞ്ഞു, മോനെ, ഒരുപാട് പേര്, അതായത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഹോളി സ്പിരിറ്റിന് ലീഡിങ് കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു ലീഡിങ്ങിൽ ദൈവം നൽകിയ മെസ്സേജ്, അതായത് ഒരുപാട് പേര് ലൈഫിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് ഒരു ഡൗൺ ആയ പോലെ, അതായത് നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, പെട്ടെന്ന് നിങ്ങൾ ഒരു സഡൻ ഒരു ഡിക്ലൈനിങ് പോലെ. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ലൈഫിൽ വരുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല, ഒരു വരൾച്ച പോലെ. നേരത്തെ ഒന്നും ഇതുപോലത്തെ ഒരു ടൈം പീരീഡിലൂടെ കടന്നു പോയിട്ടില്ല. ദൈവം എന്നെ ജഡ്ജ് ചെയ്യുവാണോ? ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ ദൈവം എനിക്ക് ഈ ഒരു അവസ്ഥ വരുത്തിയത് എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട് കാരണം ദൈവത്തോട് തന്നെ പല ഡൗട്ടുകൾ ഉള്ളിൽ വഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു മെസ്സേജാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 17-ാം അധ്യായത്തിന് അതിന്റെ ഹെഡിങ് തന്നെ ഏലിയായും വരൾച്ചയും. വരൾച്ച ചിലപ്പോൾ ഇന്ന് ലൈഫിൽ നിങ്ങൾക്കൊരു വരൾച്ചയായിരിക്കും. വരൾച്ച അതായത് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്ന, പെട്ടെന്ന് ഇപ്പം സാമ്പത്തികമായിട്ട് ഡിക്ലൈനിങ്ങും പല കാര്യങ്ങളിലും ഒരു ഡിക്ലൈനിങ്. എന്താ കർത്താവ്, ഇതിനകത്ത് ദൈവം കൈവിട്ടോ എന്നെ, ദൈവം എന്നെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ള ഈ ഒരു ഡൗട്ടൊക്കെ ഉള്ളിൽ തോന്നുന്നുള്ളവർക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു മെസ്സേജാണ്. അപ്പൊ അതിന് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞാലല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. അപ്പോൾ അതിന് തൊട്ട് താഴെ നമ്മൾ കാണുന്നത് അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം, ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെരീത്ത് നീർച്ചാലിനരികെ ചെന്നു താമസിച്ചു. ഇതാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കർത്താവ് ഏലിയായോട് അരുളി ചെയ്യുകയാണ്, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. എന്തുകൊണ്ടായിരിക്കും ഈശോ അങ്ങനെ ഒരു കൽപ്പന കൊടുക്കാനുള്ള കാരണം? ഈശോ അങ്ങനെ ഒരു കൽപ്പന കൊടുക്കാനുള്ള കാരണം കർത്താവിനറിയാം, അവിടെ ജസബേൽ രാജ്ഞി, ഒരു ജസബേലിക് സ്പിരിറ്റ്, ആ ജസബേൽ രാജ്ഞിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് വ്യക്തികളെ കൺട്രോൾ ചെയ്യും. അതായത് ഈ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ കൺട്രോൾ ചെയ്യുന്ന, ഡോമിനേറ്റ് ചെയ്യുന്ന, ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് കർത്താവിന്റെ പ്രേക്ഷിതരെ, പ്രവാചകരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ജസബേൽ രാജ്ഞി, ആഹാബ് രാജാവ്. അപ്പൊ ഇവരുടെ ആ ഒരു ആക്രമണത്തിൽ നിന്ന് കർത്താവ് പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവാചകനോട് പറയുകയാണ്, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് സമീപം അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. അപ്പൊ കെരീത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ആ ഒരു വേർഡിന് തന്നെ അർത്ഥം എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ. അപ്പൊ എല്ലാത്തിൽ നിന്നും ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കിപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാത്തിൽ നിന്നും ഒരു സെപ്പറേഷൻ, എല്ലാവരിൽ നിന്നും ഒരു ഒറ്റപ്പെടൽ, മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ കുറെ നാളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്, എല്ലാം ഓക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ എന്തോ ഒരു ഡൗൺഫോൾ പോലെ. ഇതെന്താണ് ഈ ഒരു റീസൺ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്, ദൈവം നിങ്ങളെ അവോയ്ഡ് ചെയ്തോ മാറ്റി നിർത്തിയതോ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത പല നന്മകളും വിസ്മരിക്കുന്നതോ ഒന്നുമല്ല. നിങ്ങളെ വ്യക്തമായി അറിയുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു.
നിങ്ങളെ വ്യക്തമായി അറിയുന്ന ദൈവം, നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾ എത്രമാത്രം നല്ലൊരു വ്യക്തിയാണെന്നും നിങ്ങളുടെ മനസ്സിന്റെ നിഷ്കളങ്കതയും നന്മയും ദൈവത്തിന് വ്യക്തമായി അറിയാം. ദൈവം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ദൈവത്തിന് നിങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ആവശ്യമാണ്. നിങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പൊ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ കാലഘട്ടത്തെ ദൈവം മാറ്റിയിരിക്കുന്നത്. ഈ ലോകത്ത് ഒരുപാട് തിന്മ നിറഞ്ഞുള്ള വ്യക്തികൾ കാണും, അല്ലെ? അന്ന് ആഹാബ് രാജാവും ജെസബേൽ രാജാവും തിന്മ നിറഞ്ഞ വ്യക്തികളായിരുന്നു. അവരിൽ നിന്ന് ഒരു സംരക്ഷണം ദൈവത്തിന് ഏലിയായ്ക്ക് കൊടുക്കണം. ആ രീതിയിൽ സംരക്ഷണം ഒരുക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ദൈവം ഉദ്ദേശിക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ കൂടി നടക്കത്തുള്ളൂ. അപ്പൊ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല ഈ ഒരു സീസൺ ദൈവം അനുവദിച്ചിരുന്നത്, സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ അതിന്റെ 8ാമത്തെ വാക്യത്തിൽ കർത്താവ് ഏലിയായോട് അരുളി ചെയ്യുന്നുണ്ട്, നീ സീദോനിലെ സറാഫാത്തിൽ പോയി വസിക്കുക, അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രവാചകനെ വേറൊരു സീസണിലേക്ക്, സറാഫത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അനേകരുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ഈ മനുഷ്യനെ പ്രിപ്പയർ ചെയ്യുകൂടി ചെയ്യുകയായിരുന്നു. ആ ഒരു പീരീഡിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനാണ് ദൈവം ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം, ഈ ഒരു സീസൺ അനുവദിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് യു ആൻഡ് ഓൾസോ ടു പ്രിപ്പയർ യു. പറഞ്ഞേ, എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, എന്നെ ഒരുക്കുന്നതിന് വേണ്ടി. സംരക്ഷണം തരും ദൈവം, ഒരുക്കുകയും ചെയ്യും. ദൈവികമായ സംരക്ഷണം നിനക്ക് ലഭിക്കും. ചിലപ്പോൾ നിനക്ക് തോന്നുന്നതൊന്നും മൂവി ഇല്ലെന്നൊക്കെ തോന്നും, പക്ഷെ ദൈവത്തിന്റെ സംരക്ഷണത്തിന് ഉള്ളിലാണ് നീ ആയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഈശോയെക്കുറിച്ചുള്ളൊരു പിക്ചർ മാറിപ്പോരുത്. പിശാചിന്റെ പരിപാടി എന്ന് വെച്ചാൽ പലരെ ഉപയോഗിക്കും. ചിലപ്പം കൗൺസിലേഴ്സിനെ വരെ ഉപയോഗിക്കാം. അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും പലപ്പോഴും പലരും വന്നിട്ട് പല മെസ്സേജുകൾ നിങ്ങളോട് റോങ് ആയിട്ടൊക്കെ പറയും. അപ്പം നിങ്ങൾ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് ഓർക്കും, അയ്യോ ഇപ്പം ഏലിയ പ്രവാചകനോട് ചിലർ വന്ന് പറയാൻ ഓർത്തു, ഏലിയായെ കർത്താവ് നിന്നെ പരീക്ഷിക്കുന്ന കേട്ടോ, അല്ലെങ്കിൽ നിനക്കൊരു പണി തന്നതാ, നീ ചെയ്ത തെറ്റിന് ശിക്ഷിക്കുന്നതാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച ആളെ ചിലപ്പോൾ അവിടുന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ ആരാ ആക്രമിക്കാൻ പോകുന്നത്? ആഹാബ് രാജാവും ജെസബേൽ രാജ്ഞി. അപ്പൊ അവിടെ ഏലിയ പ്രവാചകൻ കർത്താവ് അനുവദിച്ച ആ സമയത്ത് അവിടെ നിശബ്ദനായ കർത്താവിന്റെ പദ്ധതിക്ക് വിധേയത്വത്തോടെ നിന്നു. കാരണം പ്രവാചകൻ അറിയാം കർത്താവിന് എന്തോ ഒരു പദ്ധതി ഉണ്ട്, അത് എൻ്റെ അനുഗ്രഹത്തിനുള്ളൊരു പദ്ധതിയാണ് എന്ന് നീയും വിശ്വസിക്കുക. ഈശോയ്ക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിന്റെ അനുഗ്രഹമാണ്, നിന്റെ നന്മയാണ്. ഈ സീസൺ അപ്പുറം നിനക്കൊരു ഉയർച്ചയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈശോയുടെ കൈക്കുള്ളിൽ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെയാണ് നീ ഈശോയുടെ ഉള്ളിൽ, ഈശോയുടെ കൈക്കകത്താണ് ഇരിക്കുന്നത്. നമ്മൾ പിള്ളേരെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിയാലേ, എന്നിട്ട് ഇടയ്ക്കൊരു ഞെക്കും, ഇടയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുക്കും, അല്ലേ? ഇതുപോലെ തന്നെ ഈശോ നിന്നെ കെട്ടിയങ്ങ് പിടിക്കുക, നിന്നെ അങ്ങ് ചേർത്തങ്ങ് നിർത്തിയിട്ട്, മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട്, കർത്താവ് നീ എൻ്റെ കൂടെയുണ്ടോ, നീ എൻ്റെ കൂടെയുണ്ടോ, നിന്നെ ഞാൻ സംരക്ഷിക്കുക, നീ എൻ്റെ സംരക്ഷണത്തിന് ഉള്ളിലാണ് ആയിരിക്കുന്നത്. വാസ്തവത്തിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിന് ഉള്ളിലാണ് നീ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും മറ്റുള്ളവരൊക്കെ നിന്നെ മറികടന്ന് മുമ്പോട്ട് പോയി, ഞാനിപ്പോൾ സ്ലോ ഡൗൺ ആവുകയാണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവരൊക്കെ പല സ്ഥലത്തും എത്തി. പക്ഷെ ഓർത്തോളുക, ദൈവം നിന്നെ എവിടെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്ത് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി ദൈവത്തിന് അൺയൂഷ്വലായുള്ള ചില പ്രവർത്തികൾക്ക് നീ സാക്ഷിയാവും. ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാക്ക ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കാക്ക ഭക്ഷണം റാഞ്ചിക്കൊണ്ട് പോകുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ, അല്ലേ? എന്നാൽ ലോക ചരിത്രത്തിൽ ഒരു കാക്ക ദേണ്ട ഭക്ഷണം കൊണ്ടേ കൊടുക്കുവാണ്, ദൈവത്താൽ കൽപ്പിതം, ഒരു ദൈവത്തിന്റെ കൽപ്പന സ്വീകരിച്ചിട്ട്. അതായത് ഈ ഒരു സീസണിൽ നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ചില ഇടപെടൽ, ചില പ്രവർത്തികൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില മേഖലകളിൽ ഒരു അൺയൂഷ്വൽ രീതിക്കൂടെ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുന്നത് നീ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും, നിന്റെ ഫ്യൂച്ചറിൽ നിനക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ ദൃഢമാക്കും, നിന്റെ തലമുറയോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ നിന്നെ ശക്തനാക്കും. ഈ എക്സ്പീരിയൻസ് നിന്റെ തലമുറയോട് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയാൻ നിനക്കൊരു എക്സ്പീരിയൻസ് വേണ്ടേ? അല്ലെങ്കിൽ ഒരു കഥ പറയുമെന്ന പോലെ ഫീൽ ചെയ്യും. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് നിന്റെ മക്കളോട്, നിന്റെ തലമുറയോട് നിനക്ക് പറയണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എൻ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ദൈവം നിനക്ക് ഇവിടെ തരികയാണ്. ചില അൺയൂഷ്വൽ ആയിട്ടുള്ള വേസിലൂടെ ദൈവം നിന്റെ മുൻപിൽ വഴികളെയും വാതിലുകളെയും തുറന്നുകൊണ്ട്, കാക്കയെ അയച്ച് ഏലിയ പ്രവാചകനെ പോഷിപ്പിച്ച ദൈവം നിനക്ക് വേണ്ടി അൺയൂഷ്വലായ വാതിലുകളെ തുറന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കും. പിന്നെ സറാഫാത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് പോകുന്നത്. സോ ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു സീസൺ എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് യു, ഇറ്റ് ഈസ് ടു പ്രിപ്പയർ യു, നിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നിന്നെ ഒരുക്കുന്നതിന് വേണ്ടി, ആൻഡ് ഓൾസോ ടു ഷോ ഗോഡ്സ് അൺയൂഷ്വൽ വേ ഓഫ് മിറക്കിൾസ്. ദൈവത്തിന് അൺയൂഷ്വൽ ആയിട്ടുള്ള, അതായത്
നീ പ്രതീക്ഷിക്കുന്ന പോലെ ആകണമെന്നില്ല. വിചിത്രമായ രീതിയിലൂടെയുള്ള ദൈവത്തിന്റെ ചില ഇടപെടലുകൾക്ക് നീ സാക്ഷിയാകുന്നതിന് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി ഈ ഒരു സീസണെ ഒരുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഈശോ നിന്നോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ നീ മറന്നു പോകരുത്. നീ മറന്നു പോകുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ പറഞ്ഞു ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പലരും പലതാ പറയുന്നത്, പലരും പലതും പറയുന്നതിലോട്ട് അതിലോട്ട് പോകരുത്. ഗെറ്റ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം യഥാർത്ഥത്തിൽ ഈശോ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പിക്ചർ നമ്മൾ വിളിക്കുക. അതാണ് എഫെസോസ് 5-ാം അധ്യായം നമ്മൾ കാണും. ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണരുക, മരിച്ചവരെ നിങ്ങൾ ഉണരുക, ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. ഇന്ന് കണ്ണ് തുറന്ന് കാണണം, ഈശോ എനിക്ക് അനുകൂലമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ച ആ വ്യക്തി എന്നോട് പറയുകയാണ്, ഞാൻ ഇനി പോകാത്ത സ്ഥലങ്ങളില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം എടുത്ത് വായിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ആ വാക്യം ഒന്ന് എടുക്കുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ആരിൽ? ഈശോയിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്ത ഈശോ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അപ്പോൾ നാം എല്ലാവരും നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഈശോ കാൽവരി മലമുകളിൽ പരിശുദ്ധ കുർബാനയായി തീർന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇനി ആരും അവരിവരും പറയുന്നൊന്നും കേൾക്കരുത്. നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കുമ്പസാരിച്ചു, പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നിങ്ങൾ പറയണം, ഞാൻ എൻ്റെ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് പറയും, ബ്രദറെ, ഞാൻ ഇന്ന് വരെ ഞാൻ വാസ്തവത്തിൽ ഓരോ അച്ഛന്മാർക്ക് പവർ അളവ് വെച്ചു, ഈ അച്ഛൻ ഇത്ര പവറുണ്ട്, മറ്റേ അച്ഛൻ അതിൽ കൂടുതൽ പവറുണ്ട്, ആ വൈദികൻ ഇത്ര പവറുണ്ട്, അങ്ങനെയൊക്കെ ചിന്തയിൽ ഞാൻ ഇങ്ങനെ ഇതിന്റെ പുറകെ വർഷങ്ങളായിട്ട് ഓടി നടക്കുമായിരുന്നു. എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ സത്യത്തിൽ ഈശോയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കിട്ടാൻ തുടങ്ങി. എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റാൻ തുടങ്ങി. എനിക്ക് എല്ലാ വൈദികരെയും എല്ലാ വചന പ്രഘോഷകരെയും ഈക്വലി റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കാൻ തുടങ്ങി. കാരണം ഇത് ഈശോയാണ്, വേറെ ആരുമല്ല. ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെടും. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഞാൻ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവിനെ സ്വീകരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു, ഞാൻ ഈശോയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ബന്ധനങ്ങളും കെട്ടുകളും ഒക്കെ നമ്മളിന്ന് വിട്ടുപോകും, അഴിഞ്ഞു പോകും. ഞാൻ എൻ്റെ ഫാദർ, പപ്പ മരിച്ചു പോയിട്ട് 6 വർഷം ആമുള്ള പപ്പ ഉണ്ടായിരുന്ന സമയത്ത് പപ്പായ്ക്ക് പണ്ട് സ്മോക്കിംഗ് അഡിക്ഷൻ ഉണ്ട്, ചെയിൻ സ്മോക്കിംഗ് അഡിക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ സ്മോക്കിംഗ് അഡിക്ഷൻ കാരണം പപ്പയ്ക്ക് അതിൽ നിന്നൊരു ഡെലിവറൻസ്, അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഫാദറിനോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ പറയണം. പപ്പ കുംസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ പറയും, ഞാൻ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ആൾ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം പപ്പ പറയുകയാണ്, പപ്പയ്ക്ക് നേരത്തെ അറിയായിരുന്നു ഇത് സ്മോക്കിംഗ് തെറ്റാണ്, മദ്യപിക്കുന്നവർക്കറിയാം മദ്യപാനം തെറ്റാന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ പറ്റുന്നില്ല. മദ്യപാനം തെറ്റാണ്, പാപമാണ്, ഇതെല്ലാം തെറ്റാണ്, പാപമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും പറയുന്നത് ആ സമയം വരുമ്പോൾ അതിലോട്ട് അങ്ങ് വീണ് പോവുക. പക്ഷേ ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പ്രാർത്ഥിച്ച് പ്രഖ്യാപിക്കുവാൻ തുടങ്ങുമ്പോൾ മുതൽ പപ്പ പറയായിരുന്നു, എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ ഒരു ശക്തി നിറയുന്നത് പോലെ എനിക്ക് അനുഭവം ഉണ്ടാകുന്നു. എനിക്ക് പിന്നെ അതിനോടൊരു താല്പര്യം വരുന്നില്ല. സിഗരറ്റ് കണ്ടാൽ എനിക്കൊരു താല്പര്യം വരുന്നില്ല, മദ്യം കണ്ടാൽ ഒരു താല്പര്യം വരുന്നില്ല. അതിൽ നിന്നൊരു ആ ഒരു കാര്യത്തിനകത്തുനിന്ന് ദൈവം നമുക്കൊരു ബ്രേക്ക് ത്രൂ തരികയാണ്. അല്ലെങ്കിൽ അപ്പൊ ഇന്ന് മുതൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് അതാ, ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെടുന്നു. അതൊരു വചനമാണ് കേട്ടോ. റോമ 10-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ, മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അധരം കൊണ്ട് ഏറ്റുപറയണം, അധരം കൊണ്ട് ഏറ്റുപറയണം, ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, ഈശോയാണ് എൻ്റെ കർത്താവ്. അപ്പൊ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയെന്ന് പറഞ്ഞ്, എൻ്റെ ഈശോയിലൂടെ, ആ തിരുരക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നാളെ ഞാൻ ഫേസ് ചെയ്യേണ്ട ആ ഇഷ്യൂവിന്റെ കർത്താവ് ഈശോയാണ്. നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സുപ്പീരിയറെ കാണണമായിരിക്കും, വളരെ റൂഡായിട്ടൊരു പേഴ്സൺ ആയിരിക്കും, നിങ്ങൾക്കൊരു ബാങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കണമായിരിക്കും, നിങ്ങൾക്ക് ചില മേഖലകളിൽ ചില വ്യക്തികളെ ഫേസ് ചെയ്യണമായിരിക്കും. അതെങ്ങനെ ഹയർ അതോറിറ്റീസോടൊക്കെ എങ്ങനെ സംസാരിക്കണം എന്നറിയാൻ മേലാതെ മനസ്സിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ഇങ്ങനെ പറയണം,
നാളത്തെ ദിവസത്തിൽ ആ വിഷയത്തെ ഫേസ് ചെയ്യാൻ ഞാൻ പോകുമ്പോൾ അതിന്റെ കർത്താവ് യേശുവാണ്, ഈശോയാണ് കർത്താവ്. പറഞ്ഞേ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും, പ്രയാസങ്ങൾ ഒത്തിരി വീട്ടിലുണ്ടായിരിക്കും. ഇങ്ങനെയൊന്ന് പറഞ്ഞേ, ഈശോയാണ് എൻ്റെ കുടുംബത്തിന്റെ കർത്താവ്, എൻ്റെ കുടുംബത്തിന്റെ നായകൻ ഈശോയാണ്, ആ ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഇത് പറയാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിൽ നിറയപ്പെടുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈശോയുടെ കാൽവരി മല മുകളിലെ പരിഹാര ബലിയൊന്ന് ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ച്. ഈശോ ക്രൂശിൽ ബലിയായി തീർന്നത് നിന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് എല്ലാ കാലങ്ങളിലും നമ്മളോട് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സന്ദേശം, ഐ ലവ് യു സോ മച്ച്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ തെരുവോരങ്ങളിലൂടെ എൻ്റെ കർത്താവിൻ്റെ ശരീരം വലിച്ചഴക്കപ്പെട്ടപ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു? നിന്നോടുള്ള സ്നേഹം നിമിത്തം, നിന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം നിമിത്തം. ഞാനൊരു കാര്യം സത്യമായിട്ട് പറയട്ടെ, ദൈവം എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കാതെ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുകയും, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ദൈവത്തെ നീ സ്നേഹിക്കണം, ദൈവത്തെ നീ ദൈവത്തെ നീ ബഹുമാനിക്കണം, ദൈവത്തിന്റെ വചനം നീ കീപ്പ് ചെയ്യണം. പക്ഷെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു. അതിന്റെ കാരണം എന്താ അറിയോ? അതിന്റെ കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മൾ എൻകൗണ്ടർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് വചനത്തെ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈശോയുടെ സ്നേഹം ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് വചനത്തിൽ നിലനിൽക്കുവാൻ പറ്റുന്നത്. ഈശോയുടെ സ്നേഹം നമ്മളെ പാപത്തിൽ നിന്ന് പിന്തിരിക്കുന്നു. ഈശോയുടെ സ്നേഹം നമ്മളെ സകല കെട്ടുകളിൽ നിന്ന് മോചനം തരുന്നു. ഈശോയുടെ സ്നേഹം, അതായത് അത്രമാത്രം കർത്താവ് നിന്നെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പത്രോസ് 3 തവണ യേശുവിനെ തള്ളിക്കറിഞ്ഞ പത്രോസിനെ കർത്താവ് വീണ്ടും ചേർത്ത് നിർത്തിയപ്പോൾ പത്രോസിനോട് ഈശോ ചോദിക്കുകയാണ്, ഈശോയുടെ ആ സ്നേഹം അതുപോലെ അനുഭവിച്ചതിന് ശേഷമാണ് പത്രോസിന് ആ ഒരു പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു, അല്ലേ? എല്ലാവരുടെ മുമ്പിലും തള്ളിപ്പറഞ്ഞു. നമ്മളും പലപ്പോഴും അറിഞ്ഞും അറിയാതെയൊക്കെ ഈശോനെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈശോ വീണ്ടും നിന്നെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹം എവിടെ എത്തി നിൽക്കുന്നത്? ആ സ്നേഹക്കുതിനെ കർത്താവ് നിന്നെ ചേർത്ത് നിർത്തി ഉമ്മ തന്നുകൊണ്ട് ചോദിക്കുക, നീ ഇനി എന്നെ സ്നേഹിക്കുന്നു. പക്ഷെ ആദ്യം നമ്മൾ ഡിസ്കവർ ചെയ്യേണ്ട കർത്താവിന്റെ ഹൃദയത്തിന് ആ സ്നേഹമാണ്. ആ സ്നേഹം പിടികിട്ടി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻസിലെ ലേഖനം എഴുതുന്നത്. നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തില് അതിൽ ഇപ്രകാരം നമ്മൾ കാണുന്നത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. 19-ാം വാക്യം, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ആദ്യം ഈശോ നമ്മെ സ്നേഹിച്ചു. ആദ്യം ഈശോ നമ്മെ സ്നേഹിച്ചു. അപ്പം ഈശോ നമ്മെ സ്നേഹിച്ചു എവിടെ വെച്ചാ? കുരിശിലെ ബലിയിലൂടെ ആ സ്നേഹത്തിന് ഡെമോൺസ്ട്രേഷൻ. അപ്പം അത് പ്രസംഗിക്കപ്പെടണം. അതാണ് ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടേണ്ടത്. സെക്കൻഡ് പാർട്ട് നമ്മൾ കേൾക്കുന്ന മുഴുവൻ ഈശോയെ സ്നേഹിക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. പക്ഷെ അത് നടക്കണമെങ്കിൽ ആദ്യത്തെ ഭാഗം പ്രസംഗിച്ച് ഈശോയുടെ സ്നേഹം ഒരു ആത്മാവ് ഡിസ്കവർ ചെയ്യുമ്പോഴാണ് ആത്മാവിന് യഥാർത്ഥ മോക്ഷം, യഥാർത്ഥ ആ ഒരു ആ ഹീലിംഗ് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ ഒരു ആത്മാവിന് യേശുവിനെ സ്നേഹിക്കാൻ പറ്റും. അതായിരുന്നു മഗ്ദല മറിയത്തെ ട്രാൻസ്ഫോം ചെയ്തത്, അതായിരുന്നു പത്രോസിലിയെ ട്രാൻസ്ഫോം ചെയ്തത്, അതായിരുന്നു സാധാരണക്കാരായ ഓരോ വ്യക്തികളെ, സെയിന്റ് പോൾ, എല്ലാ വിശുദ്ധരെയും ട്രാൻസ്ഫോം ചെയ്തത്. ബിക്കോസ് ദേ എൻകൗണ്ടേർഡ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. അപ്പം ഏലിയ പ്രവാചകനെ ആ ഒരു കെരീത്ത് തോടിനരികത്തേക്ക് ദൈവം വിട്ടപ്പോൾ അവിടെയും ദൈവം പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇന്ന് നീ കടന്നു പോകുന്ന ആ ഒരു സീസൺ, ആ ഒരു ഡ്രൈ സീസൺ എന്ന് നിനക്ക് തോന്നുമ്പോൾ ഇതിനകത്തും ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്തിനാ ദൈവം ഈ സീസൺ നിനക്ക് അനുവദിച്ചത്? നിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. കാരണം അത്രമാത്രം വിലപ്പെട്ടതാ ദൈവത്തിന്. നീ വിലപ്പെട്ടതാണ്. ഇപ്പം ഇന്ന് ചിലപ്പോൾ ലോകം ഭയങ്കര ബിസി ആയിട്ട് ഓടുക, ഭയങ്കര ബിസി ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നു, അല്ലേ? നമ്മൾ ഈ ഫാസ്റ്റായ ലോകത്ത് നമ്മൾ ഓർക്കും നമ്മളാണിത് മൊത്തം റിവോൾവ് ചെയ്തത്, നമ്മളിലാണ് പോകുന്നത്. ഒന്നുമല്ല. നിങ്ങളൊന്ന് പോസ് ചെയ്തേ, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തേ, നിങ്ങളൊന്ന് സെറ്റ് ബാക്ക് ചെയ്ത്, ഒന്ന് പുറകോട്ട് ഒന്ന്. അതുകൊണ്ട് വാസ്തവത്തിൽ പലപ്പോഴും ഈ ഫാസ്റ്റായിട്ട് ഓടുന്ന ലോകത്ത് നമ്മളും ഫാസ്റ്റായിട്ട് ഓടണം എന്നുള്ള ആ ചിന്ത സത്യത്തിൽ ചിന്തിക്കും. നമ്മൾ ചിന്തിക്കും നമ്മൾ കാരണം ഇതെല്ലാം. നോ, ദ വേൾഡ് വിൽ റൺ ഇറ്റ് സെൽഫ്.
വേൾഡ് ഇപ്പോഴും അല്ല നിങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഉള്ളതിൽ ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ അല്ലേ, അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഡിസ്കവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു, നിന്റെ ആത്മാവിനെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സംരക്ഷിക്കും. അപ്പൊ ഈ ഒരു സ്നേഹം ഡിസ്കവർ ചെയ്യുമ്പോൾ, ആ ഒരു സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും സ്നേഹവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞാൽ, നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഗോഡ് ലവ്സ് യു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന നിന്നെ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും തുടങ്ങുമ്പോഴാണ് നിനക്ക് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റും. കാരണം നിന്റെ മനസ്സ് റിലാക്സ്ഡായി, നിന്റെ ആത്മാവ് ശാന്തമായി, നിനക്ക് ആ ഒരു ഫ്രീഡം ആത്മാവിൽ ഫീൽ ചെയ്യുന്നു. അയ്യോ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഗോഡ് ലവ്സ് മീ, ഗോഡ് അക്സെപ്റ്റ്സ് മീ, എന്നെ ദൈവം തള്ളിക്കളയത്തില്ല. ഈ സ്നേഹം ഉള്ളിൽ കിട്ടിയ ആൾക്ക് പിന്നെ ബാക്കിയുള്ളവരോട് സമാധാനത്തോടെ സ്നേഹത്തോടെ ഇടപെടാൻ പറ്റും, അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അവരെ മനസ്സിലാക്കാൻ പറ്റും, അവരെ സ്നേഹിക്കാൻ പറ്റും. ആ ഒരു ശുശ്രൂഷ ഭൂമിയിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ഈശോ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ. നമുക്കെല്ലാവർക്കും ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ. ആ ശുശ്രൂഷ ഭൂമിയിൽ തുടരണം. ഈശോയുടെ സ്നേഹം പങ്കുവെക്കപ്പെടണം. ഈശോയുടെ സ്നേഹം കേൾക്കുമ്പോൾ, അത് പങ്കുവെക്കപ്പെടുമ്പോൾ മാനസാന്തരമുണ്ടാവും, ഡെലിവറൻസ് ഉണ്ടാവും. ഹല്ലേലൂയ. ഞാൻ ഈ പ്രിസണുകളിലൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് കിടന്നു, പ്രിസണിലുള്ള ആൾക്കാരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടി പോകുമായിരുന്നു. പ്രിസണിൽ ജയിലിൽ കിടക്കുന്നത്, ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ പോകുമായിരുന്നു. അപ്പം ചില ദിവസങ്ങളിൽ എനിക്ക് തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ കർത്താവ് ഞാൻ എന്ത് പറയും, ഏത് വചനം പറയും, എന്ത് പറയും. അപ്പോൾ ഈശോ പലപ്പോഴും കർത്താവ് ഓരോ വ്യക്തിയുടെ ആത്മാവിൻ്റെ സ്റ്റേജിന് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഈശോ പറയും, അവരോട് എൻ്റെ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറ. അപ്പം ഞാൻ കർത്താവ് അത് അവരിൽ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്നേ? നിന്റെ കരുണയ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു വ്യക്തിയിൽ മാറ്റം ഉണ്ടാവും? അപ്പം ഈശോ എനിക്കൊന്ന് റിപ്ലൈ എന്നറിയാം, ഐ വിൽ ഡു മൈ ജോബ്, യു ഡു യുവർ പാർട്ട്, ദിസ് ഈസ് ഓൾ ഐ ആസ്ക് യു ടു ഡു. എൻ്റെ കാര്യം ഞാൻ എങ്ങനെയാണ് അവരുടെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്താൻ പോകുന്നത്, നീ അതോർത്ത് പേടിക്കുന്നു. നീയായിട്ട് അവനെ അതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. മനുഷ്യരെ തലകുത്തി മറിച്ച് മാറ്റാൻ നോക്കുക. പുതിയ ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് അങ്ങനെയല്ല. സ്നേഹമുള്ള ദൈവത്തെ പങ്കുവയ്ക്കുക. പരിശുദ്ധാത്മാവാൻ ദൈവം ഇന്നും ഭൂമിയിലുണ്ട്. ആ ദൈവം കഠിന ഹൃദയരെ മാംസള ഹൃദയമാക്കി അവരുടെ ഹൃദയത്തിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എ റിയൽ ട്രാൻസ്ഫോർമേഷൻ. ആ റിയൽ ട്രാൻസ്ഫോർമേഷൻ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അപ്പോൾ ഈ പ്രസംഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇന്നർ ഹീലിംഗ് കർത്താവ് കൊടുക്കുന്നത് കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. അവർ ചിലപ്പോഴൊക്കെ ചില വ്യക്തികളൊക്കെ ഒരിക്കൽ പോലും ലൈഫിൽ ഒരു ഇന്നർ ഹീലിംഗ് കിട്ടാത്ത ആൾക്കാരെ, എന്നാ ലൈഫ് ചെറുപ്പം മുതലേ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ സ്വന്തം മക്കളെ വരെ പീഡിപ്പിച്ച് അങ്ങനെയൊക്കെ ജയിലിൽ പോയി കിടക്കുന്ന ആൾക്കാർ, അവരുടെ മനസ്സിങ്ങനെ വല്ലാതെ നിൽക്കും. പക്ഷെ അവരോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ അത് ചില വ്യക്തികളൊക്കെ ദിവസങ്ങളോളം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഈശോയുടെ സ്നേഹത്തെ എൻകൗണ്ടർ ചെയ്ത് അങ്ങനെ അവർ നല്ല മനുഷ്യരായി മാറി. ജയിലിൽ തന്നെ കഴിയുമ്പോൾ നല്ല മനുഷ്യരായി മാറി, പിന്നീട് പുറത്തു വന്ന് നല്ല സിറ്റിസൺസായി മാറി ഒരുപാട് പേരുണ്ട്, നിരവധി പേരുണ്ട്. അതാണ് ഈശോ നൽകുന്ന ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ നാട്ടിൽ ലോകം മുഴുവനും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി തുടർന്നുള്ള സമയം നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എന്ത് വിഷയമായിക്കട്ടെ, ഈശോയ്ക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കും. ഈശോയ്ക്ക് അതിനകത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈശോയ്ക്ക് അതിനകത്ത് അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. ദൈവത്തിന് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പറ്റും. പറഞ്ഞേ, ഈശോയ്ക്ക് എനിക്ക് വേണ്ടി ഇടപെടാൻ പറ്റും. ഈശോയ്ക്ക് എനിക്ക് വേണ്ടി ഇടപെടാൻ സാധിക്കും. ലിൻസി കല്ലറക്കൽ, നൗ മൈ ലൈഫ് വിൽ സ്റ്റോപ്പ് ദാറ്റ് ഐ ലോസ്റ്റ് മൈ ജോബ്. ലിൻസി കളറക്കലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയുടെ കരുണ മകളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിക്കുന്നു. കർത്താവെ, ലാലുവിനെ സമർപ്പിക്കുന്നു. അതുപോലെ ഇപ്പോൾ ലൈവില് പ്രയർ റിക്വസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി, എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവിനെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോ പ്രയർ റിക്വസ്റ്റിലേക്കും അവിടുത്തെ കരുണ വെളിപ്പെടട്ടെ. ഈശോ ഓരോ മക്കളെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ആഴമേറിയ തിരിച്ചറിവും ബോധ്യവും അവരുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ കിട്ടുന്ന തരത്തിൽ കർത്താവ് അടയാളങ്ങൾ നൽകി അവരെ ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഓരോ മക്കളെ സമർപ്പിക്കുകയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൺസോളേഷൻ, വലിയൊരു കംഫർട്ട് ഓരോ മക്കൾക്കും ഇന്ന്
കിട്ടുന്നതിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഓരോ മക്കളെയും അവിടുന്ന് സമാശ്വസിപ്പിക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഇപ്പം ലോകത്തിന് തരാൻ കഴിയാത്ത ഒരു സമാധാനമുണ്ട്, ആ സമാധാനമാണ് ഈശോ തരുന്നത്. അപ്പം ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഐ പ്രേ റൈറ്റ് നൗ, ഈശോയുടെ ആ അൺഷേക്കബിൾ ആയിട്ടുള്ള, നമ്മളെ പിടിച്ചു നിർത്തുന്ന വലിയ സമാധാനം, കരകവിഞ്ഞൊഴുകുന്ന ആ സമാധാനം, പിടിച്ചു നിർത്തുന്ന ആ സമാധാനം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ, നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. ഈശോയുടെ വലിയ സമാധാനം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. നാളെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് കാര്യമാകട്ടെ, അതിന് മുൻപ് ആ വിഷയത്തെ ഈശോ നിങ്ങൾക്ക് വേണ്ടി ഫേസ് ചെയ്യും. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു, പിൻപിലല്ല, മുൻപേ 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 മുൻപേ. അത് നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് കർത്താവ് അവിടെ ചെന്നിട്ട് അവിടെയുള്ള ദുഷ്ടാരൂപികളെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം ക്ലീൻ ആവും. നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഏഞ്ചൽസ് വിൽ ബി വിത്ത് യു. സ്വർഗം നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് നിൽക്കും. അത്ഭുതം നടക്കും. അത്ഭുതം 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 നടക്കണ്ടേ? അത്ഭുതം വേണ്ടേ? ഏലിയ പ്രവാചകൻ ആ ഒരു സീസൺ ദൈവം കൊടുത്ത എന്തിനായിരുന്നു? ഇന്നത്തെ മെസ്സേജ് മൊത്തം കേട്ടിട്ടുള്ളവർക്ക് പിടികിട്ടും. എന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തിന്റെ ചില അൺയൂഷ്വൽ ആയിട്ടുള്ള വേസ്, അൺയൂഷ്വൽ ആയിട്ടുള്ള മിറക്കിൾസ് അത് ലഭിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു. അപ്പം ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കുറെ കാര്യത്തിൽ പിൻപിലായെങ്കിൽ പല കാര്യത്തിൽ മുൻപിലാകുന്നതിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഈ ഒരു സീസണിൽ ഒരുക്കുന്നത്. പല കാര്യത്തിൽ നിങ്ങൾ മുൻപിലാകും. അപ്പൊ ചില കാര്യത്തിൽ സ്ലോ ഡൗൺ ആകുന്നുണ്ടെങ്കിൽ ഓർത്തോ, വലിയ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 1 Corinthians 2:9 നമ്മൾ കാണും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുകയോ ഇല്ല. അപ്പോൾ ഇവിടെ ട്രസ്റ്റ് ചെയ്യുക, ദൈവം സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം വിരളി പിടിച്ച് നിങ്ങൾ പറയും, കർത്താവ് എനിക്ക് ഇത് പറ്റത്തില്ല, എനിക്കിപ്പം പുറത്തു പോകണം, എനിക്ക് ഈ ഒരു സീസണിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആഹാബ് രാജാവും ജെസബേൽ രാജ്ഞിയാണ്. ജെസബേൽ രാജ്ഞി ആഹാബ് രാജാവ് നിൽക്കും. അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് ദൈവം ആ സീസൺ അനുവദിച്ചത്. പലപ്പോഴും അത് കാണുന്നില്ല. നമ്മൾ ഈ സംരക്ഷണത്തിനകത്തിരിക്കുമ്പോൾ ദൈവം പ്രൊട്ടക്ട് ചെയ്ത വിധത്തെ നമ്മൾ പലപ്പോഴും മനസ്സിലാകുന്നു. ഗോഡ് ഈസ് പ്രൊട്ടക്റ്റിംഗ് യു ആൻഡ് പ്രിപ്പയറിംഗ് യു. ആൻഡ് ഇതിനകത്ത് ദൈവം നിങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ നടത്തും. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കത്തില്ല. നിങ്ങളെ ചില പ്രവാചകനെ സറാഫാത്തിലേക്ക് വിട്ടു, ഒരു ദേശത്തിന് വെളിച്ചമായി ദൈവം വിടുകയാണ്. നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വലിയൊരു അനുഗ്രഹത്തിലേക്ക്, വലിയൊരു നന്മയിലേക്ക്, നന്മ നിറഞ്ഞൊരു സീസണിലേക്ക് അനുഗ്രഹദാതാവായി ഒരുക്കി ദൈവം അയക്കുകയാണ്. ഇവിടെ ക്രിസ്തു ഇന്ന് ഈശോ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന മെസ്സേജ്, നിങ്ങൾ ഉറങ്ങിയിരിക്കുകയാണ്, ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണരുക, നിങ്ങൾ ഉണരുക. അതാണ് നമ്മൾ എഫെസോസ് ലേഖനത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങൾ ഉണരുക എന്ന് പറഞ്ഞ് ഈശോയെ ഞാൻ ഇന്ന് മെസ്സേജിലൂടെ ഞാൻ അവേക്ക്, ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് ഈശോ എന്ന് പറഞ്ഞ് ഈ മെസ്സേജ് ഇത് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈശോ നിങ്ങളെ ഉണർത്തിയതാണ്. ഈശോ നിങ്ങളെ ഉണർത്തിയതാണ്. അതിന് എഫെസോസ് 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഈശോയ്ക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ് നീ. ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിനക്കൊരു അധികാരമുണ്ട്. നിന്നെ കർത്താവ് അഭിഷേകം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സീസൺ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു സീസണാക്കി ദൈവം മാറ്റും. ഒരുപാട് നന്മകളുടെ വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കപ്പെടും. ഇപ്പോൾ നിയോഗമായിട്ട് നീ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ പ്രയർ റിക്വസ്റ്റുകളിലൊക്കെയും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ദൈവം എന്നോട് വിശ്വാസത്തോടെ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഈശോ ആവശ്യപ്പെട്ടത്, നീ വചനം പറയുമ്പോൾ അവരോട് പറയണം, അവരുടെ പ്രയർ റിക്വസ്റ്റ് എന്താണോ അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറയണം. എന്തിനു വേണ്ടി? അത് നമ്മുടെ നടുവിൽ ഈശോയുണ്ട്. നമ്മളെല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു ടോക്ക് കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ലൈവ് പ്രയർ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ നിരവധി പേര് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ ഉപരി ഇത് വേറെ ആരുമില്ല, കർത്താവ് ഈശോ ആ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ, എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ഈശോയ്ക്ക് അത് അറിയാം. പക്ഷെ അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി അല്ലേ? അതിനകത്ത് കർത്താവിന്റെ ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും. ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ എന്നും ഒന്ന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്നും നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. അപ്പൊ ഈ ഒരു ശുശ്രൂഷകളുടെ മുൻപോട്ടുള്ള വരുന്ന ആഴ്ചകളിലും നമുക്ക് എല്ലാ ഞായറാഴ്ചയും ഈ ഒരു ശുശ്രൂഷകൾ നടത്തുവാൻ ഈശോയിൽ ശരണപ്പെടുന്നു, ഈശോയിൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ഒരു ശുശ്രൂഷകളെല്ലാം മുൻപോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ ചോദിക്കുകയാണ്.
പലതരത്തിലുള്ള എതിർപ്പുകളും ഓരോ തരത്തിലുള്ള പല ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ അസ്വസ്ഥപ്പെടുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് ഈശോയാണ് മുൻപിലേക്ക് തന്നെ വഴി നടത്തുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചക്കാലക്കൽ പിതാവുമായിട്ട് സംസാരിക്കുമ്പോൾ പിതാവ് പറഞ്ഞു, ദൈവകരുണ പ്രഘോഷിക്കപ്പെടണം. അപ്പം ഞാൻ ഏത് ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ പിതാക്കന്മാരെല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളുടെ ഒരു വലിയ ഒരു എന്താ പറയുന്നത് സറൗണ്ടിങ്സ് നമ്മുടെ മേലുണ്ട്. അപ്പം ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രയർ മീറ്റിംഗിൽ ഇന്ന് പങ്കെടുക്കുമ്പോൾ ഞാൻ കുറേ മുമ്പ് കുറേ സാക്ഷ്യങ്ങൾ വായിച്ചായിരുന്നു അല്ലേ. ആ സാക്ഷ്യങ്ങളിലൊക്കെയും ദൈവം ഇടപെട്ടതിന് എത്രയോ പേരുടെ ജീവിതത്തിലാണ്, കുറേ ഒന്നും വായിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ കേട്ട ആ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ എത്ര പേരുടെ ജീവിതത്തിലാണ് ദൈവം ഇടപെട്ടത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് വിശ്വസിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിലും നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു വിഷയത്തിലും ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകും. ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകും. എൻ്റെ വൈഫ് പുറയുന്നു വിളിക്കുന്നത്. കാരണം ഇന്ന് 3 മണിക്കൊരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സമയം 2:30 പിന്നെ വൈകിട്ട് 6 മണിക്ക് 7 മണിക്കൊരു റിട്രീറ്റിന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു ശുശ്രൂഷയുണ്ട്. അപ്പം കുറച്ച് സ്ഥലത്തോട്ട് ഇന്ന് 2 സ്ഥലത്ത് പോകണം. അതുകൊണ്ട് ഇന്ന് നേരത്തെ ലൈവിന് വന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇന്നിപ്പോൾ ലൈവിന് നേരത്തെ വന്നപ്പോൾ ഞാൻ കുറേ പേര് പറഞ്ഞു ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ കളി നടക്കുന്ന കാരണം പലർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല, പലരും അത് കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യ വേൾഡ് കപ്പ് ജയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓസ്ട്രേലിയ ഞാൻ കുറേ വർഷങ്ങൾ ജീവിച്ച ഒരു രാജ്യമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ തന്നെയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ കളി അല്ലെ, ഇന്ന് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ എല്ലാവരും ഭയങ്കര ആന്റിസിപ്പേറ്റഡ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു മാച്ചാണ്. നമ്മുടെ രാജ്യം അതിൽ വിജയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് ഹിതം എന്താണോ അത് നടക്കട്ടെ. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യം വാസ്തു ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി ഒത്തിരി തീക്ഷ്ണമായിട്ട് നിന്ന കുറേ മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും പരിചയപ്പെട്ട ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാവേ. ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ വ്യക്തി, മിഷണറി നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഗ്രഹാം സ്റ്റെയിൻസിന്റെ വിധവയായ ഭാര്യയാണ്. ഗ്ലാഡിസ് സ്റ്റെയിൻസുമായിട്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരു സമയത്ത് ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ യേശുവിന്റെ സ്നേഹം വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചപ്പോഴാണ് ആ സ്നേഹം ഇത്രമാത്രം ഉണ്ടെന്നുള്ള ആ ഒരു അത് ഒരു എന്താ എന്നോട് പറഞ്ഞു, അതായത് തുളച്ചു കയറുന്നൊരു സ്നേഹം എന്ന് പറഞ്ഞു. ആ തുളച്ചു കയറുന്ന സ്നേഹം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് എനിക്ക് അത്രയും വലിയൊരു ട്രാജഡി, അതായത് ഭർത്താവും മക്കളെല്ലാം ചുട്ടുകരിച്ചു, അവർ കൊന്നു. അപ്പം അതിനുശേഷം അവരെ സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കുവാനും തുടർന്നും കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ തുടർന്നുകൊണ്ട് പോകുവാനും അവർക്ക് ഒരു പ്രേരണ ദൈവം നൽകി. മദർ തെരേസ കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് വുമണ്. കാരണം അത്രയും പീഡിപ്പിച്ച മനുഷ്യരോട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി ക്ഷമിച്ചുകൊണ്ട് അവരെ ക്രിസ്തുവിലേക്ക് വഴി നടത്തി. അത്രയും പേരെ ക്രിസ്തുവിലേക്ക് വഴി നടത്തി. എത്രയോ ആയിരങ്ങളെ അവരുടെ ജീവിതം ക്രിസ്തുവിലേക്ക് വഴി നടത്തി. അവരോട് ഞാൻ സംസാരിക്കും, ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ ഡിനോമിനേഷൻ വിഭാഗീയതയോ ഇതൊന്നും പാടില്ല. ഇത് കർത്താവിന്റെ സ്നേഹമാണ് നമ്മൾ പ്രഘോഷിക്കപ്പെടേണ്ടത്. ഈശോയുടെ സ്നേഹമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ള ഒരു മിഷണറിയെ ഞാൻ അവിടെ വെച്ച് എനിക്ക് കണ്ടുമുട്ടുവാൻ സാധിച്ചതായിരുന്നു എൻ്റെ ലൈഫിലെ തന്നെ ഒരു വലിയൊരു ഇമ്പാക്റ്റ്. കാരണം ക്രോസ് ഓൾ ഡിനോമിനേഷൻസ്, വിഭാഗീയതകളുടെ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം പ്രഘോഷിക്കപ്പെടണം. അതാണ് അതിൻ്റെയൊക്കെ അപ്പുറമായിട്ടുള്ളത്. ഈശോയുടെ സ്നേഹം, ഈശോയ്ക്ക് വിഭാഗീയതകളില്ല, ഡിനോമിനേഷൻസ് ഇല്ല, ഈശോയ്ക്ക് ഡിവിഷൻസ് ഇല്ല. ഈശോ സ്നേഹത്തിൽ നമ്മളെല്ലാവരും ഒരുമിപ്പിക്കുന്നവനാണ്. നമ്മുടെ അപ്പന്റെ കൈക്കുള്ളിൽ മക്കളായ നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം, ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ള വലിയ ആ ഒരു അവബോധമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ജീവനുള്ള ദൈവം, ആ ജീവനുള്ള ദൈവം ഗ്ലാഡിസ് സ്റ്റെയിൻസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും എൻ്റെ യേശുവിനോടൊപ്പമുണ്ട്. ഇപ്പോഴും അവരുടെ ശുശ്രൂഷയിൽ രോഗികൾ സൗഖ്യമാകുന്നു, കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ആ ശുശ്രൂഷ മുമ്പോട്ട് പോവുകയാണ്. അത്ഭുതങ്ങൾ ഇപ്പോഴും നടക്കുന്നു. അനേകരെ അവർ ചേർത്ത് നിർത്തും, അനേകരെ ക്രിസ്തുവിലേക്ക് വഴി നടത്തും. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പം അങ്ങനെയുള്ള കുറേ മിഷണറിമാരൊക്കെ ജീവിച്ച ഒരു രാജ്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പുള്ളി, അദ്ദേഹത്തിന് ഇപ്രാവശ്യം വന്നപ്പം വിസ പിന്നെ തിരിച്ച് അദ്ദേഹത്തിന് ഗ്രാൻഡ് ആയില്ല ഇന്ത്യൻ ഗവൺമെന്റ്. പക്ഷെ അതെന്തെങ്കിലും ആട്ടെ, ഇന്നത്തെ കളിയിൽ നമ്മുടെ രാജ്യം വിജയിക്കണം അല്ലേ. നമുക്ക് അവർ കൺട്രി ഇന്ത്യ ഇന്ന് ക്രിക്കറ്റ് കളിയിൽ വിജയിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ടു ടീം ഇന്ത്യ. എനിവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഹംബിളി റിക്വസ്റ്റ് ചെയ്യുന്നു. കർത്താവിന്റെ സമാധാനവും അഭിഷേകവും സമാശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും എപ്പോഴും ആ ഒരു ഫുൾനെസ് ഓഫ് ഗ്രേസിനകത്ത് നിങ്ങൾ പൊതിഞ്ഞു പിടിക്കപ്പെടുമാറാകട്ടെ. പിതാവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെയും ഇൻഡിവിജ്വലി. ലോർഡ്, ഐ ബ്ലസ് ദം ആൻഡ് ലോർഡ്, ഐ ആസ്ക് യു ടു ബ്ലസ് ദം
Fill them with your spirit. We give you glory, praise, and honor. I know that you are able to do exceedingly, abundantly, above all that we ask or think, according to His grace that working, according to your power that is working inside of us. Thank you, Father. Thank you, Jesus, for your unending mercy. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആവേ മരിയ. സാധികങ്ങൾ നിങ്ങൾ ഇന്നത്തെ ഈവനിങ് ശുശ്രൂഷകളെ ഒരു ശുശ്രൂഷയേ ഉള്ളൂ കേട്ടോ. ഈവനിങ് നൈറ്റിലൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പം 3 മണിക്ക് ഇവിടെ പള്ളിയിലൊരു പ്രോഗ്രാമുണ്ട്. പള്ളിയിൽ നിന്ന് പോകുന്നതാണ്. അതിനുശേഷം ഈവനിങ് ആണ് നമ്മുടെ റിട്രീറ്റ്. ലാസ്റ്റ് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗുഡ് നൈറ്റ്. സ്റ്റേ ബ്ലസ്ഡ്. കീപ് us also in your prayers. ആവേ മരിയ.